Asymptotic notation. Asymptotic notation is used to represent the order of growth of function. 3 ടൈപ്പ് നൊട്ടേഷൻസ് ആണ് ഉള്ളത്. ബിഗ് ഒ നൊട്ടേഷൻ, ബിഗ് ഒമേഗ നൊട്ടേഷൻ ആൻഡ് തീറ്റ നൊട്ടേഷൻ. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ മനസ്സിലാവുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു അൽഗോരിതം, നമുക്കറിയാം അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി കണ്ടുപിടിച്ചു. കോംപ്ലക്സിറ്റി ടൈം കൗണ്ട് വെച്ചിട്ട് ഓരോ ലൈനിൻ്റെയും ടൈം കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് സം ചെയ്തു. ഇതിൽ നിന്നാണ് നമ്മൾ ഈ നൊട്ടേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ എന്താ എളുപ്പ വഴിയെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു പെന്നിൻ്റെ വാല്യൂ ഞാൻ പറയുകയാണ് 100 rupees. ഈ പെന്നിൻ്റെ വാല്യൂ 100 rupees ആണ്. എന്തായാലും ഈ പെന്നിൻ്റെ വാല്യൂ 100 രൂപയ്ക്ക് മുകളിൽ പോകില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100 രൂപയ്ക്ക് താഴേക്കും പോകാമല്ലോ, 100 രൂപയ്ക്ക് മുകളിലേക്ക് പോകില്ല എന്നേ പറയുന്നുള്ളൂ, അല്ലേ? ഇത് 100 രൂപ മാക്സിമം 100 ആകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പേനയുടെ വില ഞാൻ പറയാൻ യൂസ് ചെയ്തത് ബിഗ് ഒ നൊട്ടേഷനാണ്. 100 രൂപയ്ക്ക് മുകളിൽ പോകത്തില്ല. സോ ഇറ്റ്സ് ആൻ അപ്പർ ബൗണ്ട് നൊട്ടേഷൻ. ഓക്കെ, അപ്പർ ബൗണ്ടായിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അതിനെയാണ് ഇപ്പോൾ ഞാനൊരു അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി പറയുകയാണ് എൻ, ബിഗ് ഒ എൻ എന്ന് പറഞ്ഞാൽ ആ അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്നിൻ്റെ എത്രയാണോ എൻ വാല്യൂ അതായിരിക്കും. അതിന് മുകളിലേക്ക് എൻ സ്ക്വയർ ആവില്ല, എൻ ക്യൂബ് ആവില്ല, ഒന്നും ആവത്തില്ല. എൻ ആയിരിക്കും അതിൻ്റെ മാക്സിമം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇനി ഞാൻ ഒമേഗ നൊട്ടേഷൻ ഒന്ന് ഈ പെൻ വെച്ചിട്ട് തന്നെ പറയാം. ഈ പെന്നിൻ്റെ വാല്യൂ 10 rupeesന് താഴെ പോകില്ല എന്ന് പറഞ്ഞാൽ, താഴേക്ക് 10 rupees, കുറഞ്ഞത് 10 rupees എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഒമേഗയിൽ പറയുന്നത് പോലെ ഉണ്ടാകും ലോവർ ബൗണ്ട്. അതായത് ഈ പെന്നിൻ്റെ വാല്യൂ 10 താഴേക്ക് പോയില്ല എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. 11 ആകാം, 12 ആകാം, അല്ലെങ്കിൽ 50 ആകാം, 100 ആകാം, എത്രയോ ആകാം. സോ ഞാനൊരു അൽഗോരിതത്തിന് പറയുവാണ് ബിഗ് ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ, ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ ആ അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്നിന് താഴേക്ക് പോകത്തില്ല, മുകളിലേക്ക് എത്ര വേണമെങ്കിലും ആകാം. അതാണ് ബിഗ് ഒമേഗ. ഇറ്റ്സ് എ ലോവർ ബൗണ്ട് നൊട്ടേഷൻ. അപ്പോൾ തീറ്റയാണെങ്കിലോ, തീറ്റ നൊട്ടേഷൻ. ഇപ്പം ഞാനിങ്ങനെ നമുക്ക് പറയാൻ പാടില്ലേ, എന്തായാലും ഈ പെന്നിൻ്റെ വില 10ന് താഴേക്കോ എക്സാക്റ്റ് വാല്യൂ പറയാൻ പാടില്ലേ. ഉറപ്പായിട്ടും ഇത് 10 രൂപയാണ്, അല്ലെങ്കിൽ ഇത് 10 രൂപയ്ക്ക് താഴേക്ക് പോകത്തില്ല, 10 രൂപയ്ക്ക് മുകളിലേക്കോ പോകില്ല. നമ്മളൊരു പറയില്ലേ, ഒരു റേഞ്ച് പറയില്ലേ, ഇൻ ബിറ്റ്വീൻ ഒരു റേഞ്ച് പറയില്ലേ. സെ മിഡിൽ, അല്ലെങ്കിൽ ആവറേജ് ബൗണ്ട് നൊട്ടേഷൻ, അല്ലെങ്കിൽ ടൈപ്പ് ബൗണ്ട് നൊട്ടേഷൻ എന്നൊക്കെ പറയും. ഇങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണേനെ. ഇപ്പം തീറ്റ ഞാൻ പറഞ്ഞത്, തീറ്റ. ഓക്കെ, അപ്പോൾ തീറ്റ നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഒരു ആവറേജ് ഞാൻ പറയും. നമ്മൾ എക്സാക്റ്റ് ഒരു അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി തീറ്റ എന്നാന്ന് പറഞ്ഞാൽ എന്നിനേക്കും താഴേക്കും പോകത്തില്ല, എന്നിനേക്കാൾ മുകളിലേക്കും പോകില്ല. ഇറ്റ്സ് എക്സാക്റ്റ് ടൈറ്റായിട്ട്, അതായത് എന്നിലേക്ക് താഴേക്കും ഇല്ല, എന്നിലേക്ക് മുകളിലേക്കില്ല. നമ്മൾ പറയില്ലേ, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, ഫിക്സ്ഡ്. അതാണ് തീറ്റ നൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ 2 ഫങ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്, എഫ് ഓഫ് എൻ ആൻഡ് ജി ഓഫ് എൻ. 2 ഫങ്ഷൻസ് ഉണ്ട്, അത് റിയൽ നമ്പേഴ്സ് ആയിട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് എന്നിനെ ബിഗ് ഓഫ് ജി ഓഫ് എൻ എന്ന് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഇവിടെ പറയുന്ന വാല്യൂ ഉണ്ടല്ലോ അത് ഏറ്റവും ഹൈയസ്റ്റ് ആയിരിക്കണം, എഫ് ഓഫ് എന്നിനേക്കാളും കൂടുതലായിരിക്കണം. കണ്ടോ, ഇങ്ങനെ എ ഫങ്ഷൻ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ബിഗ് ഓഫ് ജി ഓഫ് എൻ if and only if f of n is less than or equal to c into g of n. ഈ g of n എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞു ബിഗ് ഒ എൻ. അപ്പോൾ n ആണ് g of n എന്ന് പറയുന്നത്. അപ്പോൾ c into n. ഓക്കെ, ഈ n എന്ന് പറയുന്നത് വലിയ നമ്പർ ആയിരിക്കണം എഫ് ഓഫ് എന്നിനേക്കാൾ. ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, ഒരു n+2 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ n സ്ക്വയർ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ എങ്ങനെ നോക്കിയാലും ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കുക, എന്നിൻ്റെ വാല്യൂ എത്ര കൂടി വന്നാലും ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബിഗ് ഒ ജി ഓഫ് എൻ എന്ന് പറയാം. അപ്പോൾ ഇതൊരു ഗ്രാഫാണ്. ഗ്രാഫ് ഇവിടെ ടൈം വെച്ചിട്ടുണ്ട്, ഇവിടെ നമ്പർ ഓഫ് ഇൻപുട്ട്സ് എന്നാണ് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ എഫ് ഓഫ് എൻ. ഇവിടെ ഡ്രോ ചെയ്തു. ഇതാണ് എഫ് ഓഫ് എൻ. ഒരു പെർട്ടിക്കുലർ
n കഴിയുമ്പോൾ c ഇൻറ്റു ജി ഓഫ് എൻ എന്താവുകയാണ് എഫ് ഓഫ് എന്നേക്കാളും ഹയസ്റ്റ് ആയിട്ട് പോവുകയാണ്, ലാർജ് ആയി പോവുകയാണ്. കണ്ടോ, ഇതിനെയാണ് ഇപ്പോൾ അതിൻ്റെ ഈ പർട്ടിക്കുലർ n സീറോയ്ക്ക് താഴെ ചിലപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കും. പക്ഷേ ഒരു പെർട്ടിക്കുലർ n കഴിയുമ്പോൾ, ഒരു ഇൻപുട്ട് കഴിയുമ്പോൾ, നമ്പർ കഴിയുമ്പോൾ ഇത് c ഇൻറ്റു ജി ഓഫ് എൻ ഗ്രേറ്റർ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തിൽ റെപ്രസെൻ്റ് ചെയ്യാം? ബിഗ് ഓയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒമേഗ നൊട്ടേഷൻ. ഒമേഗ നൊട്ടേഷൻ ഞാൻ പറഞ്ഞു ലോവർ ബൗണ്ട് ആണെന്ന് പറഞ്ഞു. ലോവർ ബൗണ്ട് മീൻസ് കുറഞ്ഞ വാല്യൂ പറയാം. അപ്പോൾ ഇവിടെയും രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എൻ ആൻഡ് ജി ഓഫ് എൻ. അപ്പോൾ എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഒമേഗ ജി ഓഫ് എൻ. ഇപ്പോൾ എൻ കേട്ടോ, ജി ഓഫ് എൻ എന്ന് പറയാൻ ഞാൻ എൻ ആണ് അസ്യൂം ചെയ്യുക. അപ്പോൾ ഒമേഗ എൻ എങ്ങനെ ഇരിക്കണം? 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ. അതായത് ഇത്രയൊന്നും ആലോചിച്ചാൽ മതി, എഫ് ഓഫിനേക്കാൾ താഴെ ആയിരിക്കണം. ഞാൻ ഇവിടെ കൊടുക്കേണ്ട ജി ഓഫ് എൻ എന്ന് പറയുന്നത് ജി ഓഫ് എൻ ഒരു എൻ അല്ലെങ്കിൽ എൻ സ്ക്വയർ അല്ലെങ്കിൽ എൻ ക്യൂബ് അല്ലെങ്കിൽ n+2 എന്തോ ആയിക്കോട്ടെ, ഒരു ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ എഫ് ഓഫ് എന്നിനേക്കാൾ താഴെ ആയിരിക്കണം. എന്നാൽ 0 അല്ലെങ്കിൽ 0നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ സി എന്താണെന്ന് പറഞ്ഞില്ല. സി എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, പ്രോബ്ലം നോക്കുമ്പോൾ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫാണിത്. ഒരു പർട്ടിക്കുലർ n കഴിയുമ്പോൾ എഫ് ഓഫ് എന്നേക്കാൾ താഴെ ആയിരിക്കും ജി ഓഫ് എൻ വരുന്നത്. ഓക്കെ, ഇനി തീറ്റ നൊട്ടേഷൻ നോക്കാം. തീറ്റ നൊട്ടേഷനിൽ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ ടൈറ്റ് ഓർ മിഡിൽ ഓർ ആവറേജ് ബൗണ്ട് അല്ലെങ്കിൽ സാൻഡ്വിച്ച് പോലെ ഇരിക്കുന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെയും എന്താണ്, ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ ഓഫ് ജി ഓഫ് എൻ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തീറ്റ ഓഫ് എൻ. അപ്പോൾ ജി ഓഫ് എൻ എന്താണ്? എൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക കേട്ടോ, 2 ലിമിറ്റ് ഉണ്ടാകും. 2, അതായത് ഇൻ ബിറ്റ്വീൻ എഫ് ഓഫ് എൻ എവിടെ ഉണ്ടാകും? എഫ് ഓഫ് എൻ, അതായത് ഇപ്പോൾ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ഈ ജി ഓഫ് എന്നിനും ഈ ജി ഓഫ് എന്നിനും ഇടയിലായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുക, ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. ഒരു പർട്ടിക്കുലർ എൻ വാല്യൂ കഴിയുമ്പോൾ എഫ് ഓഫ് എൻ ഇടയിലുണ്ടാകും, സെൻറ്ററിലുണ്ടാകും. ഇത് C2 C1. ജി ഓഫ് എൻ എന്ന് പറയുന്നത് n ആണ്. ഈ C1 C2 കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. എഫ് ഓഫ് എൻ എവിടെ ഉണ്ടാകും? ഇത് C1 ജി ഓഫ് എൻ, ഇത് C2 ജി ഓഫ് എൻ. ബിറ്റ്വീനിൽ എന്തുണ്ടാകും? ഇതിന് രണ്ടിനും ഇടയിൽ എന്തുണ്ടാകും? എഫ് ഓഫ് എൻ ഉണ്ടാകും, സാൻഡ്വിച്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ തീറ്റ നൊട്ടേഷൻ, ഒമേഗ നൊട്ടേഷൻ ആൻഡ് ബിഗ് O നൊട്ടേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക.